ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ കഥകൾ കേട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മുടെ വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് ഇടാനും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ പുതിയ കഥയിലേക്ക് പോവാം. ഭയങ്കര ബുദ്ധിമുട്ടിൽ സാമ്പത്തികമായിട്ട് ആകെ തകർന്നിരിക്കുന്ന സമയത്തായിരുന്നു ഒരു ജോലി അന്വേഷിക്കണേ. അങ്ങനെയാണ് എനിക്ക് ടൗണിലേക്കൊരു ജോലി ശരിയാവണം. നാട്ടിൻപുറത്ത് ചുരിദാറും അതിനൊപ്പം ഒരു ഷാളും ഇട്ട് നടക്കുന്നൊരു കുട്ടിയായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ. അത്യാവശ്യം നല്ല മാർക്കോടെ പാസ്സായതുകൊണ്ട് ജോലി കിട്ടാനായിട്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. അങ്ങനെയാണ് ഞാനിവിടെ നമ്മുടെ കോഴിക്കോട് എത്തുന്നത്. കോഴിക്കോട് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു പേയിങ് ഗസ്റ്റായിട്ടൊരു ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അവിടെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് പേരങ്ങനെ ഹോസ്റ്റലിലൊന്നും ഇല്ല. പഴയ സമയമല്ലേ, ഇങ്ങനെ ഇപ്പോഴുള്ള കാലം പോലെ തിങ്ങി ഞെരുങ്ങി ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരൊറ്റ റൂമായിരുന്നുണ്ട്. ആ ഒരു റൂമിൽ ഞാനും പിന്നെ എൻ്റെ ഒരു റൂംമേറ്റ് അപ്പോൾ അവിടെ അത്രയും നാൾ താമസിച്ചിരുന്ന ഒരു വർഷത്തോളമായിട്ട് അവിടെ താമസിച്ചിരുന്ന ഒരു ചേച്ചിയായിരുന്നു. മായ എന്നാണ് ചേച്ചിയുടെ പേര്. ആൾ കോഴിക്കോട്ടുകാരി തന്നെയാണ്. അപ്പോൾ ദൂരമുള്ളത് കൊണ്ട് ജോലിക്ക് വേണ്ടിയിട്ട് അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ എനിക്കൊരു പ്രസ്സിലായിരുന്നു ജോലി കിട്ടിയത്. പ്രസ്സിൽ പോയിട്ട് അവിടുത്തെ പ്രിൻറ്റിങ്ങും കാര്യങ്ങളും നോക്കുക, അങ്ങനത്തെ ജോലി ചെയ്യുന്നു. മായേച്ചി ഒരു ട്യൂട്ടറായിരുന്നു. ട്യൂട്ടർ എന്ന് വെച്ചാൽ ടീച്ചിങ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാണ് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു സ്കൂളിൽ. അപ്പോൾ മായേച്ചി നല്ല സുന്ദരിയാണ് കേട്ടോ. നല്ല സുന്ദരി എന്ന് വെച്ചാൽ നല്ല നീണ്ടു മെലിഞ്ഞ് നമ്മുടെ സിനിമ നടി ഗീതയെ പോലെ ഇരിക്കും. നല്ല സുന്ദരിയായിരുന്നു മായേച്ചിയായിട്ട് ഞാൻ വേഗം അടുത്തു. മായേച്ചിക്ക് ഒരു സ്കൂട്ടറുണ്ട്. ഞങ്ങളതിൽ ഇങ്ങനെ കറങ്ങാൻ പോവും. വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ സങ്കടവും പിന്നെ കൂട്ടുകാരെയും വീട്ടുകാരൊക്കെ പിരിഞ്ഞ് നിൽക്കുന്നതിലുള്ള വിഷമൊക്കെ മറക്കാൻ എന്നെ സഹായിച്ച ആൾ മായേച്ചിയാണ്. അങ്ങനെ മായേച്ചിയായിട്ട് അടിച്ചു പൊളിച്ച് നല്ല രീതിയിലായിരുന്നു ഞങ്ങൾ ആ ദിവസങ്ങളൊക്കെ കടന്നു പോയത്. മായേച്ചി എന്നെ ആ സ്ഥലങ്ങൾ കൊണ്ട് നടന്ന് കാണിച്ചു. ഭയങ്കര ഒരു കെയറിങ്, ഒരു ചേച്ചിയെപ്പോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാത്തിനും കൂടെ നിൽക്കുമായിരുന്നു. മായേച്ചിക്ക് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. മായേച്ചി അപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ രാജീവ് എന്നാണ് പേര്. അപ്പോൾ രാജീവേട്ടനിടയ്ക്ക് കാണാൻ വരും. ഇവരൊന്നിച്ച് ചുറ്റാനും കറങ്ങാനൊക്കെ പോവും. പിന്നെ മായേച്ചി എനിക്ക് ആ കഥയൊക്കെ പറഞ്ഞു തരാൻ തുടങ്ങി. ഇവരൊന്നിച്ച് എങ്ങനെയാണ് പോവുക, ആദ്യമായിട്ട് കിസ് ചെയ്തതും റൂം എടുക്കുന്നതും അങ്ങനത്തെ കഥകളൊക്കെ. അപ്പോൾ റൂം എടുക്കുന്ന കാര്യമൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ആ സമയത്ത്. പകരം രാജീവേട്ടൻ്റെ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിലൊരു ദിവസം പോയി ഒന്നിച്ച് നിൽക്കും, ആരുമില്ലാത്ത സമയത്ത്. അങ്ങനെയൊക്കെയായിരുന്നു. എന്നാലും മായേച്ചി എന്നോട് അവരുടെ സ്വകാര്യമായിട്ടുള്ള ഒരുപാട് കുൽസിത കാര്യങ്ങളൊക്കെ എന്നോട് പങ്കുവെക്കാനായിട്ട് മായേച്ചി എപ്പോഴും വില്ലിങ്ങായിരുന്നു. എനിക്ക് കേൾക്കുമ്പോൾ പ്രത്യേക ഒരു രസവും, ഞാനിരുന്ന് കേൾക്കുകയും ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയില്ലായിരുന്നു. ആദ്യമായിട്ടാണ് മായേച്ചി എന്നെ ഫോണിലിങ്ങനെ വീഡിയോസ് കാണിച്ചു തരുന്നത്. മായേച്ചി കാണിച്ചു തരുമ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി അറിയുന്നത്. എവിടെ എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് സെർച്ച് ചെയ്യേണ്ടതെന്ന് മായേച്ചി എന്നെ പഠിപ്പിച്ചു തന്നു. ഒരു ദിവസം മായേച്ചി ഏട്ടൻ്റെ അടുത്ത് പോയിരിക്കുകയായിരുന്നു. ഏട്ടൻ്റെ അടുത്ത് പോയി അടുത്ത ദിവസം തിരിച്ചു വരുമ്പോൾ ഞാൻ റൂമിൽ സുഖമില്ലാതിരിക്കുന്നു. ഒരു ദിവസത്തേക്ക് ലീവ് എടുത്തിട്ട്. അങ്ങനെ ലീവ് എടുത്ത് ഞാനിരിക്കുമ്പോൾ എന്നെ ഒട്ടും മായേച്ചി പ്രതീക്ഷിച്ചിട്ടില്ല ആ റൂമിൽ. അപ്പോൾ എന്നോട് നീ ഇന്ന് പോയില്ല വെച്ചപ്പോൾ ഇല്ല ലീവാണ് എന്നൊക്കെ പറഞ്ഞു. മായേച്ചി വന്ന പാട് പോയതിൻ്റെ ആ ഒരു മൂഡിൽ തന്നെയായിരുന്നു ആളുണ്ടായിരുന്നു. ആ മൂഡിൽ നിന്ന് ഒട്ടും മാറിയിട്ടില്ല. നമുക്ക് ആറ്റിറ്റ്യൂഡ് കാണുമ്പോഴേ മനസ്സിലാവുമല്ലോ. എൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് വർത്തമാനം പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു, അവനെന്നെ ഇങ്ങനെ ചെയ്തു, അവിടെ തൊട്ടു ഇവിടെ തൊട്ടു എന്നൊക്കെ പറയുമ്പോഴൊക്കെ ആളിങ്ങനെ നല്ല വികാരതരളിതയാവുന്നുണ്ട്. അവൻ എങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയാവൂ എന്ന് പറഞ്ഞ് പതിയെ കയ്യിൽ തൊട്ട രീതിയിൽ എൻ്റെ കയ്യിൽ തൊടാനും കഴുത്തിൽ തൊട്ട രീതിയിൽ എൻ്റെ കഴുത്തിൽ തൊടാനൊക്കെ തുടങ്ങി. എനിക്കാകെ എന്തൊക്കെയോ ആവുമായിരുന്നു. ഞാൻ പറഞ്ഞു മായേച്ചി വേണ്ട, പറഞ്ഞു തന്നാൽ മതി പറഞ്ഞു അടങ്ങിയിരിക്കും പെണ്ണെ പറഞ്ഞ് എൻ്റെ കവളത്ത് തൊടുക, കയ്യിൽ തൊടുക, അങ്ങനെ പുറത്ത് തൊടുക, അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് മായേച്ചി പയ്യെ കൈ ഓടിച്ച് കൊണ്ടുപോകാൻ തുടങ്ങി. ഒരു സാരിയായിരുന്നു മായേച്ചിയുടെ വേഷം. ഞാനപ്പോൾ റൂമിൽ നിൽക്കുന്നത് കൊണ്ട് ഒരു ചുരിദാറും അതിൻ്റെ ഒപ്പം ഒരു പാൻറ്റും മാത്രമാണ് ഇട്ടിരിക്കുന്നത്. മായേച്ചി പതുക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കൈയൊക്കെ ഓടുന്ന സ്ഥലമൊക്കെ വ്യത്യാസം വരാൻ തുടങ്ങി കേട്ടോ. എനിക്ക് ആദ്യം എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാൻ കുറച്ച് സമയമെടുത്തു. പിന്നെ മായേച്ചി എന്നെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. ഇറുക്കി വരിഞ്ഞ് മുറുക്കി കെട്ടിപ്പിടിക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക വാത്സല്യം അല്ലെങ്കിൽ എന്തോ ഒരു സുഖം എന്നെയും തിരിച്ച് അങ്ങനെ തന്നെ ചെയ്യാൻ പ്രേരിപ്പിച്ചു. ഞാനും തിരിച്ച് മായേച്ചിനെ അതുപോലെ തന്നെ കെട്ടിപ്പിടിച്ചു.
കുറച്ച് സമയത്തെ ആ കെട്ടിപ്പിടുത്തത്തിന് ശേഷം മായേച്ചീൻ്റെ ഭാവം അങ്ങോട്ട് മാറുന്ന കണ്ടപ്പോൾ ഞാൻ ശരിക്കും വല്ലാതെയായി. പക്ഷെ എന്തൊക്കെയോ എന്നെ മായേച്ചിയിൽ അഡിക്റ്റ് ആക്കുന്ന പോലെ ഞാൻ അനങ്ങാതെ തന്നെ നിന്നു കൊടുത്തു. മായേച്ചി എൻ്റെ ശരീരം മുഴുവനും വിരലോടിച്ചു. പതിയെ പതിയെ ആ വിരലോടിക്കുന്നത് പിന്നെ ചില പ്രത്യേക ഭാഗങ്ങളിൽ മാത്രമായി. പതുക്കെ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ രണ്ടുപേരുടെയും വസ്ത്രങ്ങൾ അഴിക്കപ്പെടുകയാണ്. അന്ന് ആ ദിവസം മായേച്ചി ഞാനും, എനിക്കറിയില്ല അതിനെപ്പറ്റി എങ്ങനെയാണ് പറഞ്ഞു തരികയെന്ന്. മായേച്ചി എന്താണൊരു പെണ്ണിന് മറ്റൊരു പെണ്ണിനെ സുഖിപ്പിക്കാൻ കഴിയുക എന്ന് കാണിച്ചു തന്നു. മായേച്ചി എനിക്ക് ചെയ്തു തരാത്ത കാര്യങ്ങളൊന്നുമില്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. നമ്മൾ ഫോണിൽ മാത്രം കണ്ട് ശീലിച്ചിട്ടുള്ള പല പല കാര്യങ്ങളും മായേച്ചി എൻ്റെ കൺമുന്നിൽ നിന്ന് ചെയ്ത് കാണിച്ചു തന്നു. മായേച്ചി ഓരോന്ന് കാണിച്ചെന്നെ ത്രസിപ്പിച്ച് പിന്നീട് ഞങ്ങൾ ഒന്നിച്ച് ഓരോന്ന് ചെയ്ത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരു ഇണചേരലിനടുത്ത് വരെ എത്തി നിന്നു. അതിനിടയ്ക്കാണ് മറ്റൊരു സംഭവം ഉണ്ടാകുന്നത്. ആദ്യമായിട്ട് ചില പ്രത്യേക സുഖങ്ങൾ അറിയുന്ന ഞാൻ ഒച്ചയും ബഹളം ഉണ്ടാക്കി ആ റൂം മുഴുവൻ എൻ്റെ നിലവിളിയായിരുന്നു. ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു സുഖം കിട്ടുന്നതെന്ന് മായേച്ചിക്കും അറിയില്ലായിരുന്നു. നീ ഇതുവരെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞ് മായേച്ചി ബാക്കിയുള്ള കാര്യങ്ങളുടെയും ബാലപാഠം എനിക്ക് പഠിപ്പിച്ചു തന്നു. ഒരിക്കലും എനിക്ക് ആ അനുഭവങ്ങൾ മറക്കാൻ പറ്റില്ല. എന്നാൽ അത് വളരെ വലിയൊരു കാര്യങ്ങളുടെ തുടക്കം മാത്രമായിരുന്നു. പിന്നീട് മായേച്ചിക്ക് രാജീവേട്ടൻ്റെ അടുത്ത് ആഴ്ചയ്ക്ക് പോകണമെന്നുള്ളത് മാറി മാസത്തിലൊരിക്കൽ പോയാൽ മതി എന്നായി. കാരണം ഇവിടെ ഞാനുണ്ടല്ലോ. രാത്രി ഉറങ്ങുന്ന സമയത്തും ഞാൻ ലീവ് എടുക്കുന്ന ദിവസവും മായേച്ചി ലീവ് എടുക്കുന്ന ദിവസവും ഞങ്ങൾ ഒന്നിച്ച് ഇങ്ങനെയാണ് സമയം ചിലവഴിച്ചുകൊണ്ടിരുന്നത്. ഞാനും മായേച്ചിയും റൂമിൽ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും യാതൊരു വസ്ത്രവും ഇല്ലാതിരിക്കുന്നൊരവസ്ഥ വരെ വന്നെത്തി. സുഖത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചും ശരീരത്തിൻ്റെ ഓരോ മൂലയിലും എങ്ങനെ തൊട്ടാൽ എങ്ങനെ സുഖമുണ്ടാകുന്നു ഒക്കെ പഠിപ്പിച്ചു തന്നതിൻ്റെ ഗുരുവായിരുന്നു മായേച്ചി. ഒരുപാട് കാലം ആ ഹോസ്റ്റലിൽ തുടർന്നിട്ടാണ് പിന്നീട് എനിക്ക് അവിടെ നിന്ന് ജോലി മതിയാക്കി നാട്ടിലേക്ക് പോരേണ്ടി വന്നത്. എങ്കിലും ഇപ്പോഴും മായേച്ചി ഫോൺ വിളിക്കും. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഒന്നിച്ച് കൂടുമ്പോഴെല്ലാം പണ്ടത്തെ കാര്യങ്ങൾ പറഞ്ഞാണ് ഞങ്ങൾ തുടങ്ങുന്നതെങ്കിലും അതൊക്കെ വളരെ വലിയൊരു ലവ് മേക്കിങ്ങിലാണ് വന്ന് അവസാനിക്കുക. മായേച്ചി തന്നിട്ടുള്ള സുഖത്തിനപ്പുറം ഇതുവരെ ഞാൻ മറ്റൊരു സുഖത്തിലും മതിമറന്നു പോയിട്ടില്ല തോന്നുന്നു. അതായിരുന്നു എൻ്റെ ഏറ്റവും വളരെ രസകരമായിട്ടുള്ള ഒരു ലെസ്ബിയൻ അനുഭവം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കഥകൾ ഇഷ്ടപ്പെട്ട് കൂടാനായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റും രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു കഥയായിട്ട് വീണ്ടും വരും. ബൈ ഡിയേഴ്സ്.